45 വർഷക്കാലത്തെ ഏകാധിപത്യ ഭരണത്തിനെതിരെയാണ് ഇന്നലെ അന്ത്യം കുറിച്ചിരിക്കുന്നത്. അന്ത്യം കുറിച്ച രീതി ശരിയോ തെറ്റോ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യണം, തീർച്ചയായും ചർച്ച ചെയ്യണം. പക്ഷേ ഖമൈനി കൊല്ലപ്പെട്ടപ്പോൾ, വധിക്കപ്പെട്ടപ്പോൾ, അവരുടെ കുടുംബാംഗങ്ങൾ വധിക്കപ്പെട്ടപ്പോൾ, അവരുടെ സൈനിക നേതാക്കളടക്കമുള്ള 10-40 പേർ വധിക്കപ്പെട്ടപ്പോൾ, ഇന്ത്യയിൽ ഇങ്ങ് ഏറ്റവും ചെറിയൊരു സംസ്ഥാനമായ കേരളത്തിൽ അതിൻ്റെ മുഖ്യമന്ത്രി വലിയ വാതോരാതെ വർത്തമാനം പറയുന്നു. ഇറാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഇവിടെ ചില സംഘടനകൾ സമരം ചെയ്യുന്നു, ഐക്യദാർഢ്യ ശ്രമം നടത്തുന്നു. എന്നാൽ വളരെ പ്രധാനപ്പെട്ട സംഘടനയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അങ്ങനെ സമരത്തിലേക്ക് വന്നില്ല, അല്ലെങ്കിൽ ഐക്യദാർഢ്യത്തിലേക്ക് വന്നില്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങളും വന്നില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പാകിസ്ഥാനിൽ കുറേ ബഹളമുണ്ടായി, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇറാനിൽ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഖമേനിയുടെ മരണത്തിന് അല്ലെങ്കിൽ അല്ലെങ്കിൽ വധിച്ചതിനെതിരെ വിലാപയാത്ര നടത്തിയത്. അതോടൊപ്പം തന്നെ അതുപോലെ തന്നെ അറേബ്യൻ രാജ്യങ്ങളിൽ UAE അടക്കമുള്ള അബുദാബി, ദുബായ് അടക്കമുള്ള അറേബ്യൻ രാജ്യങ്ങളിലും ഇറാനിലും ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ആനന്ദ നൃത്തമാടിയത്. എന്താണ് ഖമൈനിയുടെ മരണത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നവർ ഇതുകൂടി ചർച്ച ചെയ്യണ്ടേ? ഞാനൊരു യുദ്ധത്തിനും അനുകൂലമുള്ള ആളല്ല. എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിച്ച് മനുഷ്യൻ സമാധാനത്തിൻ്റെ വഴിയിലേക്ക് സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ചിലത് പറയാതിരിക്കാതെ കഴിയില്ല. 1979 മുതൽ 2026 വരെയുള്ള ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിക റെവല്യൂഷൻ എന്ന പേരിൽ ഇസ്ലാം രാജ്യങ്ങളെപ്പോലും കൂടെ നിർത്താതെ, UAEയും അറബ് രാജ്യങ്ങളെപ്പോലും കൂടെ നിർത്താതെ വളരെ വലിയ തോതിലല്ലേ ഇറാൻ തീക്കൊള്ളി കൊണ്ട് തല ചൊറിഞ്ഞിരുന്നത്? ചെങ്കടലിൽ അറബ് രാജ്യങ്ങൾക്കും മുസ്ലിം രാജ്യങ്ങൾക്കും വേരോട്ടമുണ്ടാകുമെന്ന് പേടിച്ച് ഇസ്രായേലുമായി കൈകോർത്തിരുന്നൊരു ഇറാൻ ഉണ്ടായിരുന്നു. 1948 ഇസ്രായേൽ രൂപപ്പെട്ടതിന് ശേഷം, അത് ബ്രിട്ടീഷുകാരാണ് രൂപപ്പെടുത്തി കൊടുത്തത്. രൂപപ്പെട്ടതിന് ശേഷം അലയൻസ് ഓഫ് പെരിഫറി എന്ന പേരിൽ തന്നെ, ട്രൈഡൻ്റ് എന്ന പേരിൽ ഒക്കെ എത്യോപ്യയും ഇറാനെയും തുർക്കിയെയും കൂട്ടം നിർത്തിക്കൊണ്ടുള്ള ട്രൈഡൻ്റ് പരിപാടിയും അലയൻസ് ഓഫ് പെരിഫറി എന്ന് പറഞ്ഞ് ഈ രാജ്യങ്ങളെയൊക്കെ തകർക്കാൻ, മറ്ററബ് രാജ്യങ്ങളെയൊക്കെ തകർക്കാൻ ഇറാൻ കോപ്പ് കൂട്ടിയപ്പോൾ, ഇസ്രായേലുമായി ചേർന്ന് കോപ്പ് കൂട്ടിയപ്പോൾ നമ്മുടെ സഹാക്കളും നമ്മുടെ സുഡാപ്പികളും എവിടെ പോയിരുന്നു? വളരെ കൃത്യമായൊരു ചോദ്യം നമ്മൾ ചോദിക്കണം. ആ കാലം മുതൽ ഇങ്ങോട്ടെടുത്താൽ ഇസ്രായേലിലെ മൊസാദിൻ്റെ സഹായത്താൽ, രഹസ്യ സംഘടനയായ മൊസാദിൻ്റെ സഹായത്താലും ഇറാൻ്റെ ചാരസംഘടനയായ സവാക്കിൻ്റെ സഹായത്താലും ഇറാൻ അവർക്ക് എണ്ണ കൊടുത്തും ഇസ്രായേൽ അവർക്ക് സാങ്കേതിക വിദ്യകൾ കൊടുത്തും മച്ച ആയിപ്പോയ രാജ്യങ്ങളാണ് ആ രണ്ടു രാജ്യങ്ങൾ. ഇസ്രായേലും ഇറാനും മച്ചയായിരുന്നു. രണ്ടിലും ഉണ്ടല്ലോ, ഇസ്രായേൽ, ഇറാൻ. ആ മച്ചയായിരുന്നവർ പിരിഞ്ഞത് 1979 ഇസ്ലാം റവല്യൂഷനോട് കൂടിയാണ്. ഓരോ ഭരണാധികാരി വരുമ്പോൾ, ആയത്തുള്ള ഖമൈനി എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഖമൈനിയുടെ മുമ്പുള്ള ഭരണാധികാരി വന്നപ്പോഴാണ് ആദ്യമായി ഇത് തുടക്കം കുറിച്ചത്. അവിടെ മുതൽ ഇസ്രായേൽ വിരുദ്ധത വരുന്നു. ഇസ്രായേലിനെ തകർക്കുന്നതിന് വേണ്ടി പാലസ്തീനെ സഹായിക്കുന്നു എന്ന മട്ടത്തിൽ ഗാസയിലെ ഹമാസിന് പണം കൊടുക്കുന്നു, ആയുധം കൊടുക്കുന്നു. യമനിലെ ഹൂതികൾക്ക് ആയുധം കൊടുക്കുന്നു. ലെബനിലെ ഹിസ്ബുള്ളകൾക്ക് ആയുധം കൊടുക്കുന്നു, പണം കൊടുക്കുന്നു. എന്തെല്ലാമാണ് ചെയ്തത്? അങ്ങനെയൊക്കെ ചെയ്ത് ലോകരാജ്യങ്ങളിലൊക്കെ ഈ ഭീതി പടർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ഖൊമൈനി. കഴിഞ്ഞ 46 വർഷമായി 5 ലക്ഷത്തിലധികം ആളുകളെയാണ്, മനുഷ്യാവകാശ പ്രവർത്തകരെയാണ് കൊന്നത്. സ്ത്രീകൾ, കഴിഞ്ഞ വർഷമാണ് ഒരു സ്ത്രീ ഹിജാബ് ധരിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞ് 10,000 ജയിലിലടച്ചത്. വലിയ കലാപം ഉണ്ടായത്. ഇത്രയും സ്ത്രീ വിരുദ്ധമായ ഒരു രാജ്യം മതത്തിൻ്റെ പേരിലാണ് നടക്കുന്നത്. എന്നാൽ മതത്തിൻ്റെ പേരിൽ അങ്ങനെ UAE നടക്കുന്നുണ്ടോ? എത്ര മനോഹരമായിട്ടാണ് ദുബായും അബുദാബിയും ഖത്തറും
സൗദി കുറച്ച് നിയന്ത്രണമുണ്ടെങ്കിൽ പോലും മറ്റെത്ര രാജ്യങ്ങൾ, ബഹ്റിനുമൊക്കെ അതെല്ലാം മുസ്ലിം രാജ്യങ്ങളല്ലേ, ഇന്ത്യയിൽ മുസ്ലിങ്ങളല്ലേ, അവരൊക്കെ എത്ര സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. പർദ്ദ ധരിക്കുന്നവർ, പർദ്ദ ധരിക്കാത്തവർ, തലയിൽ തലയിൽ മുണ്ട് ഇതിടുന്നവർ, തട്ടവിടുന്നവർ, തട്ടവിടാത്തവർ എത്ര സന്തോഷത്തോടു കൂടിയാണ് കഴിയുന്നത്. അപ്പോഴാണ് അവിടെ സ്ത്രീകൾ എന്ത് ധരിക്കണം, എന്ത് കഴിക്കണം, എവിടെ സഞ്ചരിക്കണം, എപ്പോൾ സഞ്ചരിക്കണം എല്ലാം തീരുമാനിക്കുന്നത് മതത്തിൻ്റെ വികലതകൾ കൊണ്ടാണ്, മതത്തിൻ്റെ നന്മകൾ കൊണ്ടല്ല. മതത്തിനെ നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം, തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. മതത്തിൻ്റെ തിന്മകളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും വളരെ വ്യാപകമായ രീതിയിൽ മനുഷ്യാവകാശ ലംഘനത്തിലൂടെ പീഡിപ്പിച്ചിട്ടുള്ളൊരു ഭരണാധികാരി എന്താണ് ചെയ്തത്? പശ്ചിമേഷ്യയിലാകെ പ്രശ്നങ്ങളുണ്ടാക്കുന്ന മനുഷ്യാവകാശ ക്രൂരതകളുടെ അപ്പോസ്തലനായിരുന്നു ഇന്നലെ വധിക്കപ്പെട്ടത്. UN 2 നേഷൻ്റെ തിയറി വെച്ചു ഐക്യരാഷ്ട്രസഭ 47-ൽ. അതിനുശേഷം 48-ൽ, 54-ൽ, 67-ൽ, 73-ൽ അറബ് ഇസ്രായേൽ യുദ്ധം നടക്കുന്നു. എന്തിനു വേണ്ടി? എന്തായിരുന്നു ലക്ഷ്യം? യാതൊരു ലക്ഷ്യബോധമില്ലാത്ത യുദ്ധങ്ങൾ. ഇസ്രായേലിൻ്റെ അടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾക്ക് ആവശ്യത്തിനും അനാവശ്യത്തിനും സാമ്പത്തിക സഹായവും സൈനിക സഹായം കൊടുത്ത് പരസ്പരം ഇളക്കിവിടൽ. ഐക്യരാഷ്ട്രസഭയുടെ ദ്വിരാഷ്ട്രവാദത്തെ അംഗീകരിക്കാതിരിക്കൽ, അതിന് മതത്തെ കൃത്യമായി കൂടെ കുത്തിവെക്കൽ. ഇവിടെ കേരളത്തിൽ കുറച്ച് വോട്ട് കിട്ടുമെന്ന് പറഞ്ഞ് പിണറായി കിടന്ന് കളിക്കുന്ന കളി വല്ലാത്ത കളിയാണ്. പിണറായിയും സംഘവും ഒരു കാര്യമുള്ള കാര്യമല്ല. ഇവിടുത്തെ മുസ്ലിങ്ങളൊന്നും, ഇന്ത്യൻ മുസ്ലിങ്ങളൊന്നും ഇതൊന്നും സീരിയസ് ആയി എടുത്തിട്ടില്ല. 79 ക്യാമ്പ് ഡേവിഡ് കരാറുണ്ടാക്കി. ഈജിപ്തും ജോർഡാനെയും ഒക്കെ വെച്ചുകൊണ്ടുള്ള കരാറുകൾ ഉണ്ടാക്കിയെങ്കിലും ആ കരാറുകൾ ലംഘിക്കപ്പെട്ടു. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. 1980-ൽ ഈജിപ്റ്റ് ഭരണാധികാരിയെ കൊന്നു. അതിനിടയിൽ 1979 നവംബർ 4-ന് 444 ദിവസമാണ് അമേരിക്കൻ പൗരന്മാരെ ബന്ദികളാക്കി വെച്ചിരുന്നത്. കാർട്ടറിലായിരുന്നു അന്ന് ഭരണാധികാരി, അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ്. അദ്ദേഹം പരാജയപ്പെട്ടു. റീഗൻ 1980-ൽ വന്നപ്പോഴാണ് പിന്നെ അവരെ തിരിച്ചുവിട്ടത്. ഈ 444 ദിവസം വെച്ചിരുന്ന ബന്ദികളെ തിരിച്ചുവിട്ടത്. അതിൻ്റെ വൈരാഗ്യം അമേരിക്കയ്ക്കുണ്ട്. 1994-ൽ ഓസ്ലോ കരാറുണ്ടാക്കിയിരുന്നു. പാലസ്തീൻ ലിബറൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന അവർ ആ കരാർ അംഗീകരിച്ചതാണ്. പാലസ്തീൻകാർ ഓസ്ലോ കരാർ അംഗീകരിച്ചതാണ്, ഇസ്രായേലുകാരും അംഗീകരിച്ചതാണ്. പക്ഷേ ഇറാൻ ഹമാസിനെയും ഹിസ്ബുള്ളയെയും തുറന്നുവിട്ട് അവർക്കുള്ള സാമ്പത്തിക ചെയ്തു കൊടുത്തുകൊണ്ട് ഇറാൻ മറ്റൊരു കളി കളിച്ചു. 19-20 കാലഘട്ടത്തിൽ, 2019-20 കാലത്തിൽ അബ്രഹാം അക്കോർഡ് എന്ന് പറയുന്ന USA-യും ഖത്തറും സുഡാനും അടക്കമുള്ള സംവിധാനങ്ങൾ, രാജ്യങ്ങളടക്കമുള്ള കരാറുകൾ വരുന്നു. 2023 ഇതിനിടയിലാണ് 23 ഒക്ടോബർ 7-ന് ഹമാസ് യാതൊരു കാര്യമില്ലാതെ ഇസ്രായേലിൽ കയറി അടിക്കുന്നു, സിവിൽ വാർ ഉണ്ടാക്കുന്നു. സിറിയയിലും യമനിലും ഗാസയിലും ഒക്കെ സിവിൽ വാർ ഉണ്ടാക്കുന്നതിൽ എന്താണ് ഇറാൻ്റെ പങ്ക്? ഇതൊന്നും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഉക്രൈനെ റഷ്യ നന്നായി തകർക്കുന്നു, നമ്മൾക്ക് ചർച്ചയില്ല. ഇൻഡോ പസഫിക് ഏരിയയിൽ ചൈന വലിയ ബഹളം ഉണ്ടാക്കുന്നു, നമുക്ക് ചർച്ചയില്ല. ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൂട്ടക്കുരുതി കൊടുക്കുന്നു, നമുക്ക് ചർച്ചയില്ല. പഹൽഗാമിൽ ഹിന്ദുവാണോ എന്ന് നോക്കി കൊല്ലാൻ നടക്കുന്നു, നമുക്ക് ചർച്ചയില്ല. നമ്മൾ വളരെ സെലക്റ്റീവാണ്. ആ സെലക്റ്റീവിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഹമേനുള്ള എന്ന് പറയുന്ന ഏകാധിപതിക്ക്, ഏകഛത്രാധിപതിക്ക്, മത തീവ്രവാദത്തെ പ്രയോജനപ്പെടുത്തുന്ന വ്യക്തിക്ക് വേണ്ടി നമ്മൾ വക്കാലത്തെടുക്കുന്നു. അതുകൊണ്ടായിരിക്കാം കേരളത്തിലെയും ഇന്ത്യയിലെയും ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ ഈ വക്കാലത്തെടുത്തില്ല. അവർ സത്യത്തിൻ്റെ കൂടെയാണ്, അവർ ലിബറേഷൻ്റെ കൂടെയാണ്. മതമൊക്കെ അവർക്ക് വിശ്വാസമാണ്, നബിയൊക്കെ അവർക്ക് ഇഷ്ടമാണ്. പക്ഷേ വല്ലാത്ത കടുപ്പം അവർ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതിൻ്റെ ലക്ഷ്യമാണ് കാണുന്നത്. ഇതിനൊക്കെ പരിഹാരമുണ്ടാക്കണമെങ്കിൽ വീറ്റോ രാജ്യങ്ങളായിട്ടുള്ള UN-ലെ വീറ്റോ രാജ്യങ്ങളെ റഷ്യയും ഫ്രാൻസും ചൈനയും ബ്രിട്ടനും അമേരിക്കയും പങ്കെടുക്കണം ഈ കാര്യങ്ങളിൽ. പക്ഷേ നിർഭാഗ്യവശാൽ റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു, അതുകൊണ്ട് അവർക്കിതിലൊന്നും ഒരു പങ്കില്ല. അമേരിക്ക ഇങ്ങനത്തെ ആക്രമണങ്ങൾ നടത്തുന്നു, അവർക്കതുകൊണ്ട് ഇതിലൊന്നും പങ്കില്ല. പിന്നെ ബ്രിട്ടനും ഫ്രാൻസും ചൈനയുമാണുള്ളത്.
ചൈന ഇതിലൊന്നും പെടാതെ മുതലാളിത്ത രാജ്യമായി എങ്ങനെ വളരാമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ ആരാണ് ലോകത്തിന് സമാധാനമുണ്ടാക്കുക? ഞാനൊരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഡൊണാൾഡ് ട്രംപ് എന്ന ഭ്രാന്തൻ ചെയ്യുന്ന ഒരു കാര്യത്തിനും കൂട്ടില്ല. അവിടുത്തെ യുറേനിയത്തെയും വെള്ളത്തെയും യൂഫ്രട്ടീസിലെയും ടൈഗ്രീസിലെയും നദിയിലെ വെള്ളത്തെയൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരുപാട് ഭ്രാന്തൻ പരിപാടികൾ, തൻ്റെ ഇമേജ് കൂട്ടുന്നതിന് വേണ്ടിയുള്ള ഭ്രാന്തൻ പരിപാടികളൊക്കെ ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നുണ്ട്. അതിനൊരു കൂട്ടുമില്ല, ഒരു സഹായമില്ല. അതിനെ നഖശികാന്തം എതിർക്കുന്നു. അതോടൊപ്പം തന്നെ ഖമേനിയുടെ ഈ മതാന്ധത ബാധിച്ചുകൊണ്ടുള്ള ഒരു രാജ്യത്തെ 10-40 വർഷം കൊണ്ടുപോയത് കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ദാരുണാന്ത്യം വരുമെന്നും ആ ദാരുണാന്ത്യം കണ്ട് ഞങ്ങൾ ആനന്ദ നൃത്തമാടുമെന്നും പറഞ്ഞത് ഞാനല്ല, ഇറാനിലെ പാവപ്പെട്ട മുസ്ലിം പെൺകുട്ടികളാണ്. അവർ രാവോളം വെളുക്കോളം ആനന്ദ നൃത്തം ഇന്നലെ ആടിയത് ഇൻ്റർനാഷണൽ ചാനലുകളിൽ നമ്മൾ കണ്ടതാണ്.